പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ എടയാർ വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പങ്കില്ലെന്ന സ്മോൾ സ്ക്വയറിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ വ്യക്തമായ തെളിവുകളില്ലാതെ സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകരുത്. പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്ന കമ്പനികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനാൽ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ എടയാറിലുള്ള വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പങ്കില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇവിടെയുള്ള ചെറുകിട വ്യവസായങ്ങളുടെ സ്ഥാപനങ്ങളുടെ അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രാസമാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ മേഖലയിൽ ഉണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വ്യക്തമായ തെളിവുകളില്ലാതെ സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുകയാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ രാസമാലിന്യം തള്ളിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് PCB ഒരു സ്ഥാപനത്തിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിന് മാത്രം കരുവാക്കിക്കൊണ്ട് മറ്റ് മാലിന്യങ്ങൾ തള്ളുന്ന മറ്റ് സ്ഥാപനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഈ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു സ്ഥാപനത്തിനെതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് ഈ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അത് ശമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ടും ഇവർ ആരോപിക്കുന്നു. നിലവിൽ ഈ പെരിയാറിലേക്ക് പ്രളയത്തിന് ശേഷം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിൽ ആശുപത്രി മാലിന്യങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യക്കുരുതിക്ക് കാരണമാകുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. 2019 സമാനമായ രീതിയിൽ മത്സ്യക്കുരുതി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മാലിന്യങ്ങൾ തള്ളുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധന നടത്തണം. ഇപ്പോൾ 5 സ്ഥാപനങ്ങൾക്ക് ഈ മാലിന്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള അനുമതി ഉള്ളതാണ്. ഇത് ലൈസൻസോട് കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ മാലിന്യങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് PCB കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ഈ ചെറുകിട സ്ഥാപനങ്ങളുടെ അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും ഈ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.